അപ്പം ഗാന്ധി എന്നുള്ളതിൻ്റെ ഫോണറ്റിക്സ് ക്യാൻ ഡൈ എന്നാണ്. ക്യാൻ ഡൈ, ഓക്കെ ഓക്കെ. ഹി വാസ് അസാസിനേറ്റഡ്. ഇന്ദിര ക്യാൻ ഡൈ, ഷി വാസ് അസാസിനേറ്റഡ്. രാജീവ് ക്യാൻ ഡൈ, ഹി വാസ് അസാസിനേറ്റഡ്. സഞ്ജയ് ക്യാൻ ഡൈ, ഹി ഫേസ്ഡ് ആൻ അൺനാച്ചുറൽ ഡെത്ത്. ബാക്കി അവിടെ നിൽക്കട്ടെ. അത് കോൺട്രവേഴ്സി ആകുമെന്നുള്ളതാണ് ഞാനിങ്ങനെ. ഇപ്പം സാറിൻ്റെ ഇൻ്റർവ്യൂ ധാരാളം മീഡിയ അതിൽ വന്നിട്ടുണ്ട്, ഏഷ്യാനെറ്റിലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഞാൻ സൂര്യയിൽ ഏകദേശം 100ഓളം എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ആ ശരി ശരി. വാസ്തുവിനെ കുറിച്ച് ഏഷ്യാനെറ്റിൽ ചെയ്തിട്ടുണ്ട്, കൈരളി ചെയ്തിട്ടുണ്ട്. കൈരളിയൊക്കെ വളരെ പോപ്പുലർ പ്രോഗ്രാംസ് ആയിരുന്നു. പിന്നെ അല്ലാതെ തന്നെ ധാരാളം ഇന്റർവ്യൂസ് ഉണ്ട്. ഇതെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ സാറിൻ്റെ ഒരു വളരെ ഹൈ പ്രൊഫൈലാണ്. അപ്പോൾ ആ ഹൈ പ്രൊഫൈൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ വളരെ കൗതുകരമായിട്ടുള്ള ഒരു ടേം കണ്ടു. പ്രോണോളജി എന്നാണ് ആ ടേം എന്ന് പറയുന്നത്, പ്രോണോളജി. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ ഈ ശബ്ദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അതിനകത്ത് വരുന്നത്. ശബ്ദങ്ങളെന്ന് വെച്ചാൽ നമ്മളുണ്ടാക്കുന്ന പ്രൊനൗൺസിയേഷൻ, അപ്പോൾ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പദങ്ങൾ. അപ്പം നമ്മൾ നേരത്തെ അദ്ദേഹം അതിൻ്റെ ഒരു സൂചന തന്നു, മനനാദ് ത്രായതേ ഇത് മന്ത്ര എന്ന് പറയുന്നു. അപ്പം മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഉച്ചരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന ആവർത്തികൾ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന സ്പന്ദങ്ങളാണ് യഥാർത്ഥത്തിൽ ഓരോ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ യൂറോപ്യൻസ് ഇടയിൽ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നൊരു സംഗതിയും പറയുന്നുണ്ട്. സ്വിച്ച് വേർഡ്സ് പറയുന്നുണ്ട്. പെട്ടെന്നൊരു സ്വിച്ച് വേർഡ് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു കാര്യം പറയുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള ചില സംവേദനങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. ഞാനിവിടെ അത് പറയുന്നത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ആ പദം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളത് പോസിറ്റീവായ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നെങ്കിലും അത് നേരെ നെഗറ്റീവായ അർത്ഥത്തിലേക്കാണ് അത് കൊണ്ടുതരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില വക്ര ബുദ്ധി പോലും ഈ യൂറോപ്യൻ സൈക്ക് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, നമ്മളെ നിത്യദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടുന്ന ചില പദങ്ങൾ. അപ്പോൾ വാക്കുകളുടെ ശക്തി വളരെ ഗംഭീരമാണ്. അത് നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ പ്രോണോളജി എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് വളരെ ഗഹനമായിട്ട് സംസാരിക്കാനായിട്ട് സാറ് തയ്യാറായിരിക്കുകയാണ്. നമുക്ക് ചോദിക്കാം, സാർ എന്താണ് ഈ പ്രോണോളജി, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ഓം യസ്യാം സമുദ്രവുദസിന്ധുരാപോ യസ്യാമന്നം കൃഷ്ടയഃ സംഭഭൂവുഃ യസ്യാമിദം ജിന്വതി പ്രാണതേജത് സാനോ ഭൂമി പൂർവപേയേ ദധാതു. ഈ പ്രോണോളജി എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു സംഭവമല്ല. ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവ പേരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇത് ന്യൂമറോളജിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പ്രോണോളജി. ഈ പ്രോണോളജി എങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവിർഭാവത്തെ കുറിച്ച് ചിന്തിച്ചാൽ ആർഷഭാരത സംസ്കാരത്തിൽ ഊറ്റം കൊണ്ടുവന്നുള്ള ഭാരതീയരായ നമ്മളുടെ സംസ്കൃതിയുടെ ഭാഗമായിട്ട് മന്ത്രം ജപിക്കുന്നവരാണ്. മുമ്പേ താങ്കൾ പറഞ്ഞതുപോലെ മനസ്സുകൊണ്ട് ത്രനനം ചെയ്യുന്നതിനാണ് മന്ത്രം എന്ന് പറയുന്നത്. അത് ഈ പ്രപഞ്ചത്തിൽ പോയിട്ടുള്ള ഒരു അലയുണ്ട്, ഒരു വേവ്. അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് നമുക്ക് തിരിച്ചു തരും. ഈ മന്ത്രം ഒരു പ്രാവശ്യം പറഞ്ഞാൽ റിസൾട്ട് വരില്ല, അത് ആവർത്തികൾ വരുന്നു. ഈ തത്വത്തിൽ അധിഷ്ഠിതമായിട്ട് പാശ്ചാത്യർ നൂറ്റാണ്ട് കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഡെവലപ്പ് ചെയ്തെടുത്ത സബ്ജക്റ്റാണ് പ്രോണോളജി. It is a science related with the pronunciation of a name. Any name, whether it is a person or a product or a place, whatever it may be. It is fully based on 26 alphabets of English. ഇതുകൊണ്ടാണ് നമുക്ക് പ്രചാരത്തിൽ ഇല്ലാതെ പോയത്. നമ്മുടെ അക്ഷരമാലകൾ വേറെ ഭാഷയിൽ കിടക്കുകയാണ്. ഇംഗ്ലീഷിൽ 2 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അതൊരു പുതിയ ശബ്ദം ഉണ്ടാവും. അതിന് നമ്മൾ ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫോണറ്റിക്സ് ബേസ്ഡ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് AR, ഇത് പ്യൂർ ഇംഗ്ലീഷ് ആയിട്ടേ കാണാൻ കേട്ടോ. കാരണം നമ്മള് മലയാളത്തിൽ ആന്ന് ഓടിച്ചു വരാം. അപ്പം AR ഈ 2 അക്ഷരങ്ങൾ കൂട്ടി നമ്മളൊന്നും എങ്ങനെ പറയും പറഞ്ഞു നോക്കി. എയർ എന്ന് പറയുന്ന ഒരു ശബ്ദം വരും. ദാറ്റ് മീൻസ് unknowingly we introduce a vowel in between those alphabets. AR, air എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്. എയറിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. എന്തോ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആണെന്ന് ആലോചിച്ചു. അപ്പൊ അതേപോലെ ഈ പ്രോണോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ വളരെ സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ് മാൻ, ക്യാൻ, വിൻ, ഡു, ഓൺ,
ഇത് വളരെ സ്ട്രോങ് ഫ്രണ്ടീസ്. നമുക്കൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. നമ്മൾ ആ ഗാന്ധി എന്ന് പറയുന്ന പേര് മാത്രം എടുത്ത് അനലൈസ് ചെയ്ത് നോക്കാം. GANDHI ഇതാണ് ഈ വാക്ക്. ആദ്യത്തെ 3 അക്ഷരം GAN നമ്മൾ ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? ഗാൻ. ക്യാൻ. ഇംഗ്ലീഷുകാരൻ പറയുന്നതായിട്ടേ എടുക്കാവൂ. ഗാൻ ഞാൻ പറയുന്നത്. ഇപ്പൊ ഗാൻ മീൻസ് ക്യാൻ. ഞാൻ നേരത്തെ അങ്ങോട്ട് സൂചിപ്പിച്ചിരുന്നു. അതായത് മന്ത്രം ഒരു പ്രാവശ്യം പറയുമ്പോഴല്ല, ഏകദേശം 120 കോടി ജനങ്ങൾ ഭാരതത്തിൽ ഗാന്ധി 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 എന്ന് ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ ആ ഒരു വൈബ്രേഷൻ പോയി നിന്നത് ഒരു രാഷ്ട്രത്തിന്റെ പിതാവായി മാറാനുള്ള അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. ഇനിയായാലും ഭാരതത്തില് ഒരു കറൻസി അടിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ടുപിടിക്കാതെ ആ പേര് അവസാനിക്കുന്നത് DHI എന്നാണ്. H will be a silent alphabet. DI നമ്മൾ എങ്ങനെ പറയും? E അല്ല I. DI ഡൈ ഡൈ എന്നാണ് അതിന്റെ ഫോർമസ്. ഞാൻ പറയില്ലേ നമ്മള് ഐ കീ എന്ന് പഠിച്ചത് നമ്മൾ. അപ്പം ഗാന്ധി എന്നുള്ളതിന്റെ ഫോർമസ് ക്യാൻ ഡൈ എന്നാണ്. He was assassinated. Indira can die. She was assassinated. Rajiv can die. He was assassinated. Sanjay can die. He faced an unnatural death. ബാക്കി അവിടെ നിൽക്കട്ടെ. കോൺട്രവേഴ്സി ആവുമെന്നുള്ളതാണ് ഞാനിങ്ങനെ ഭയപ്പെടുന്നത്. അമേരിക്കയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ് വെടിയേറ്റ് മരിച്ച പ്രസിഡന്റിന്റെ പേരാണ് ജോൺ എഫ് കെന്നഡി. കെന്നഡി ഫാമിലിയിൽ ഇന്ന് വരെ ഒരാൾ പോലും നാച്ചുറൽ ഡെത്ത് ഫേസ് ചെയ്തിട്ടില്ല. എല്ലാം അൺനാച്ചുറൽ ഡെത്താണ്. എനിക്ക് തോന്നുന്നൊരു 8 മാസം മുമ്പാന്ന് തോന്നുന്നു അവരുടെ ഫാമിലിയിലെ ലാസ്റ്റ് മെമ്പർ വെള്ളത്തിൽ വീണ് മരിച്ചു. വാർത്ത വായിച്ചു. അത് കുറച്ച് പാരാനോർമൽ ഒരു എലമെന്റ് ഉള്ളതുകൊണ്ട് ഞാനത് കുറച്ച് നോട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സബ്ജക്ട്. പക്ഷെ ഇത് വളരെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് സാർ ഇപ്പം പറഞ്ഞത്. പിന്നെ ദി നെയിം സ്റ്റാർട്ട്സ് വിത്ത് ഡൈ. ഡയാന രാജകുമാരിക്ക് എന്ത് പറ്റി? വെൻ ഷീ ഫേസ്ഡ് എ ബ്രൂട്ടൽ ഡെത്ത്, അവരുടെ ബോയ് ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അയാളുടെ പേര് ദോദി അൽഫാന്ന്. ഡു ഡൈ എന്നാണ് അതിന്റെ ഫോർമസ്. അപ്പൊ പേരിലെ ശബ്ദം റിസൾട്ടിനെ കൊടുക്കും. ഇപ്പൊ നമ്മൾക്ക് അതിന്റെ ഉദാഹരണത്തിന് ഒരാളുടെ പേരിൽ കൂടെയാണ് ആളുടെ നമ്മൾ അറിയുന്നത്. ഇപ്പൊ ഞാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം, ആ രൂപം മനസ്സിൽ വന്നത്, അദ്ദേഹത്തിന്റെ രീതികൾ, അദ്ദേഹത്തിന്റെ സംസാര രീതികൾ അതൊക്കെ നമുക്ക് മനസ്സിലാവും. അഡോൾഫ് ഹിറ്റ്ലർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അഡോൾഫ് ഹിറ്റ്ലർ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജർമ്മനിയില് നാസികളെ ഒരുമിപ്പിച്ച് അവിടുത്തെ ഭരണം പിടിച്ചെടുത്ത് 2ാം ലോക മഹായുദ്ധം ഉണ്ടാക്കി ലോക ജനതയ്ക്ക് സർവനാശം വരിച്ച ഒരു മനുഷ്യനാണ്. അയാളുടെ പേരിനകത്തിലെ ഫ്രോണ്ടീസ് നോക്കിയാൽ മതി. ആഡ്, ഓൾ, ഹിറ്റ്, ഇറർ. പുള്ളി അതാ ചെയ്തിട്ടുള്ളൂ. അഡോൾഫ് ഹിറ്റ്ലർ ചെയ്തതാണ് പറഞ്ഞ സംഭവം. നമ്മൾ ഓരോ ദിവസവും ദിനപത്രം വായിക്കുമ്പോൾ സാവൂതം കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരുന്ന ഓരോ പത്രത്തിന്റെയും പ്രഥമ പേജിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വാർത്തകളാണ് കാശ്മീർ, ആഷ് ആൻഡ് ഇറർ. അവിടെ സംഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പൊ ആർട്ടിക്കിൾ 370 റിമൂവ് ചെയ്തിട്ട് ജമ്മു കാശ്മീർ എന്ന് പുനർനാമകരണം ചെയ്തു. ഇപ്പൊ എത്ര കേസ് വായിക്കും? സമാധാനം വന്നു തുടങ്ങിയിട്ടുണ്ട്. ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഈ സാർ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് സാറിന്റെ മുൻ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് ഇപ്പൊ ഈ ഇൽ എന്നുള്ള പദമുള്ള ഒരാള് ഒരു മില്യനയറായി മാറി. അതെങ്ങനെയാണ് സാർ? അതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഞാൻ ആ പേരിലേക്ക് വരാം. ഇല്ലെന്ന് പറയുന്ന പേരിലേക്ക് വരാം. അതിന് മുമ്പ് 2015 ഏഷ്യാനെറ്റ് ന്യൂസ് ലൈവിൽ എൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ സബ്ജക്ട് വളരെ പുതിയതായതുകൊണ്ട് ആർക്കും അറിഞ്ഞുകൂടാ. വളരെ അധികം ആകാംക്ഷയോടുകൂടി ഉദ്വേഗത്തോടു കൂടി ജനം കേട്ടോണ്ടിരുന്ന ഇന്റർവ്യൂ ആണ്. അപ്പൊ അതിനകത്ത് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. പൈതൃകം കൊണ്ട് വളരെ സമ്പന്നരാണ് നമ്മൾ, എന്നിട്ട് എന്താ നമ്മൾ രക്ഷപ്പെടാത്തത്? അപ്പോൾ നമ്മൾ രക്ഷപ്പെടാത്തതിന് ഒരു കാരണം പ്രോണോളജി തന്നെ കിടപ്പുണ്ട്. കാരണം നമ്മുടെ പൈതൃകം ഒന്ന് ആലോചിച്ചാൽ
ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഭാരതീയന്റെ അതെ. എപ്പോഴോ ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഭാരതീയന്റെ. 0 എന്ന് പറയുന്ന സംഖ്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത രാമാനുജൻ ജനിച്ച മണ്ണാണ്. അതെ അതെ നിയമാവലികളുടെ ബാലപാഠം എന്തെന്ന് പറഞ്ഞെടുത്ത ചാണക്യൻ ജനിച്ച മണ്ണായി. അതെ അതെ. ആൽക്കമിസ്റ്റുകൾ എത്രയോ ഗംഭീരമായിട്ടുള്ള ആൾക്കാർ. ഞാനിടയ്ക്ക് ഇതുപോലെ ഈ വാദിച്ച ഒരാളിനോട് ഞാൻ പറഞ്ഞതാണ്. കാരണം ഇപ്പം നമ്മൾ ഈ പുഷ്പവിമാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ രാമായണത്തിൻ്റെയൊക്കെ കാലപ്പഴക്കം നമ്മൾ മനസ്സിലാക്കി നോക്കണമ്പോൾ എത്ര പഴക്കം ചെന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അവർ പറയുന്നത് കഥ അതാണ്. ഞാൻ പറഞ്ഞു വാട്ട് എവർ ഇറ്റ് ഈസ്, രാമായണത്തിലെ രാജാക്കന്മാർ ധരിച്ചിരുന്നത് സ്വർണം കൊണ്ടുണ്ടാക്കിയ കിരീടങ്ങളും മാലകളുമായിരുന്നു. ദാറ്റ് മീൻസ് അവർക്ക് മെറ്റലർജിയെ കുറിച്ച് അത്രയും വലിയ നോളജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ഓർസിനെ കണ്ടെത്തുക, അതിനെ ഇങ്ങനെ പ്രോസസ്സ് ചെയ്താക്കുക, ആ ഒരു നോളജ് അവർ എഴുതി വെക്കുന്നതിന് നമ്മൾ ഹാറ്റ്സ് ഓഫ്, അല്ല മറ്റൊന്നുമല്ല. എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത് വരെ കണ്ടുപിടിച്ചത്. അതെ അതെ. രസമണികളും ബാക്കിയുള്ള കാര്യങ്ങളുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് പലപ്പോഴും വായിച്ചിട്ടുണ്ട് നമ്മൾ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു ആറ്റമിക് നമ്പർ മാറ്റിയിട്ട് അതിനെ സ്വർണ്ണമാക്കി മാറ്റുന്ന ആൽക്കമിയുടെ ഏറ്റവും ഗൂഢവിദ്യകൾ അറിയാവുന്ന ആൾക്കാരായിരുന്നു പറയുന്നത്. നമ്മുടെ സംസ്കൃതി ഭയങ്കര. അതെ. എന്നിട്ട് യേശു ക്രിസ്തുവോ മുഹമ്മദ് നബിയോ മറ്റൊരു നാട്ടിൽ ഉദയം കൊണ്ടെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം കണ്ടിട്ടുള്ള എല്ലാ സ്പിരിച്വൽ ലീഡേഴ്സും ജനിച്ച് ജീവിച്ച് ശ്വസിച്ച് നടന്നു മരിച്ച മണ്ണാണ് ഭാരതത്തിൽ. ജൈനൻ മുതൽ ബുദ്ധൻ മുതൽ ശ്രീനാരായണ ഗുരു വരെ നീണ്ടുന്ന നീണ്ട ഗുരുപര്യന്മാരുടെ നിര നമുക്കിവിടെ. പ്രതിഫലേച്ഛയില്ലാതെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇതിഹാസങ്ങൾ രചിച്ച വാൽമീകി മുതൽ ഒരു നീണ്ട മഹർഷി നിര നമുക്കിവിടെ ഉണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ പണം ഒഴുകുന്ന രാജ്യമാണ് ഭാരതം. എന്നിട്ടും നമ്മൾ എന്താ രക്ഷപ്പെടാത്തതാണ് ചോദ്യം. അതെ. ഈ വാൽമീകിയെ കുറിച്ച് സാർ പറഞ്ഞപ്പോഴേ വാൽമീകി രാമായണം ആണ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തത്. പക്ഷേ വളരെ ബൃഹത്തായിട്ടുള്ളൊരു ഗണിതശാസ്ത്ര ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പുഷ്പവിമാനത്തിനെ പോലെ തന്നെ ഭരദ്വാജ വിമാനം. അപ്പോൾ ഇവിടെയുള്ള ഭരദ്വാജനെ പോലുള്ള വലിയ വലിയ മഹർഷിമാർ വിമാനങ്ങൾ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ പൂജ്യ ഗുരുദേവ് ശ്രീ രവിശങ്കർ അദ്ദേഹത്തിൻ്റെ പിതാവ് എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഇതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ അടുത്തിരിക്കുമ്പോൾ കാന്തള്ളൂർ ശാല, തിരുവനന്തപുരത്തുള്ള ശാലകളെല്ലാം തന്നെ ഈ വ്യോമ വിദ്യാഭ്യാസത്തിൻ്റെ മികച്ച കേന്ദ്രങ്ങളായിരുന്നു. പക്ഷേ അതിനെ ഇപ്പോഴും കമ്പോളമാക്കി നമ്മളങ്ങ് താറടിച്ച് കളഞ്ഞു. അതാണ് നമ്മുടെ ഒരു. അതെ അതെ അതെ. എന്നിട്ട് അപ്പോൾ എന്തുകൊണ്ട് ഭാരതം ഈ നമ്മൾ രക്ഷപ്പെടുന്നില്ല? ഇതിന്റെ പിന്നെ നമ്മുടെ ഈ രാജ്യത്തിന് പണ്ടൊരു പേരുണ്ടായിരുന്നു, ഹിന്ദുസ്ഥാൻ. ഹിൻ വിച്ച് ഇൻഡിക്കേറ്റ്സ് വിൻ, ഡു, ക്യാൻ. 3 ഫോണ്ടേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ പൈതൃകം നിലനിന്ന കാലമാണ്. ഈ വിൻ, ഡു, ക്യാൻ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഹിൻ വിൻ ആണോ, സച്ചിൻ ദി ഫോർട്ടി സെൻസ് വിത്ത് വിൻ, സച്ചിൻ വിൻ ചെയ്തല്ലേ. സച്ചിനേക്കാളും വൈബ്രന്റ് ആയിട്ട് കൂടെ കളിച്ചുകൊണ്ടിരുന്ന ആളാണ് വിന്നോ എന്ന് ഫൊണറ്റിക്സ് ഉള്ള വിനോദ് കാംബ്ലർ. ഒരാൾ വിന്നായി മറ്റേ വിന്നോന്നായി. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. കാരണം വെച്ചാൽ സച്ചിനേക്കാൾ നന്നായിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. ഇപ്പം പുള്ളി റീസെന്റ് എന്തോ ജയിലിലും ആണ്. അതെ അതെ. അപ്പം വിൻ ഡു ക്യാൻ. ഇപ്പൊ ഡു എങ്ങനെ പറയും? ഇപ്പം മിഡിൽ ഈസ്റ്റിലോട്ട് പോകുന്ന ആരുടെ ചോദിച്ചാലും പറയും ദുബായ് പോകുന്ന പറയും. ആക്ച്വലി ദുബായ് ഇസ് റൂൾഡ് ബൈ അബുദാബി. ആൻഡ് ദുബായിൽ എവിടെ പോകുന്ന ചോദിച്ചാൽ ഷാർജയിലാന്ന് പറയും. ആക്ച്വലി ദി എൻറ്റയർ യൂണിവേഴ്സ് നോസ് ദുബായ്. അപ്പൊ ഈ വിൻഡോ ക്യാൻ എന്ന് ഫ്രണ്ടിസിലായിരുന്നു ഈ രാജ്യം. ഇതിനെ എങ്ങനെയാണ് മാറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1835 ഫെബ്രുവരി 2 ലോർഡ് മക്കാളെ എന്ന് പറയുന്ന ഒരാൾ ഭാരതം സന്ദർശിച്ച ശേഷം ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു കത്ത് വെച്ചു. ആ കത്ത് ഇങ്ങനെയാണ്: ഐ ഹാവ് ട്രാവൽഡ് അക്രോസ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ഇന്ത്യ. I have never seen a beggar or a thief there. Such caliber of the people and such moral values people are keeping there, and such a wealth I have seen in that country. So don't conquer that country. We have to introduce our language there, so that the people will think English will be good for education. So that we have to change the ancient education system of it. Moreover, we have to break the backbone of that country. അവരെന്ത് ചെയ്തു എന്നറിയാം? പ്രോണോളജി എല്ലാ അർത്ഥത്തിലും നൂറ്റാണ്ടുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ആചരിച്ചു വരുന്നവർ അതിനെ എല്ലാ അർത്ഥത്തിലും ഉപയോഗിച്ച് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിന് ഇൻ ഡൈ എന്ന് ഫ്രണ്ടിസ് ഉള്ള ഇന്ത്യ എന്ന് പേരിട്ട് കഴിക്കും. ഡൈ എന്താന്ന് ഞാൻ ഇൻ ഡൈ എന്ന് ഫ്രണ്ടിക്സ് പേരിട്ടത് നമ്മളെ എല്ലാ അർത്ഥത്തിലും ലൂട്ട് ചെയ്യേണ്ടി പോയിട്ട് ബ്രിട്ടന്റെ തലസ്ഥാനം, അവന്റെ തലസ്ഥാനത്തിന് അവൻ 2 ഓണായിട്ടായിരുന്നു. ടു ഓൺ ലണ്ടൻ, ഓൺ അഗെയിൻ ആൻഡ് ഓൺ. എന്നുവെച്ച് സൂര്യൻ അസ്തമിക്കാത്ത നാടേന്ന് ഖ്യാതിയിലേക്ക് പോകാൻ ആ ഓൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഓൺ എങ്ങനെ വർക്ക് ചെയ്യും? എബ്രഹാം ലിങ്ക് ഓൺ, നെൽസ് ഓൺ മണ്ടേലെ, ബിൽ ക്ലിന്റ് ഓൺ, എല്ലാം ഓണിലാണ്. നമ്മൾ ലോകത്തെ സക്സസ് പ്രോഡക്റ്റ് ഏതെടുത്ത് നോക്കി, ക്യാനോൺ, ഹിൽട്ടൺ, തോംസൺ, സാംസൺ, നിക്സൺ, ക്രോംഡൺ, പാരഗൺ, ഓൾ ആർ എൻഡ്സ് വിത്ത് ഓൺ. ഈവൻ ഹോട്ടൽ പോലും പാരഗൺ എന്ന് പേരിട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഫേമസ് ആയി, ഇന്റർനാഷണൽ ആയി കോഴിക്കോട്. അപ്പൊ ഓൺ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. അപ്പൊ അതേപോലെ
ഇന്നിപ്പം ലോകത്ത് നടക്കുന്ന എല്ലാ ഫിനാൻസ് ട്രാൻസാക്ഷൻസും ഏത് കറൻസിയിലാണെന്ന് അറിയാമോ? ഡോളർ ഒബിയസ്ലി. അതെ. ഡു ഓൾ എയർ എന്നാണ് പേരിട്ടേക്കുന്നത്. ഓ. ലോകം ഇന്ന് വരെ ഉണ്ടോ? അന്ന് വരെ ഡോളറിനെ തന്നെയായിരിക്കും ബേസ് ചെയ്യുന്നത്. യൂറോ ഇറക്കി വരും, പക്ഷെ എന്നിട്ടും അതിലേക്ക് എത്തുന്നില്ല. എത്താൻ പറ്റാതെ. അപ്പൊ നമ്മുടെ റുപ്പിയോ സർ, റുപ്പി അത് നോക്കിയിട്ടുണ്ടോ സർ? റുപ്പി ഇപ്പൊ ഇന്റർനാഷണലി അക്സെപ്റ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഫൊണോളജിക്കലി ഈ പ്രൊണോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് വളരെ ഡെപ്താണ്. അതിനകത്ത് ഈ ഏതൊക്കെ രണ്ടക്ഷരങ്ങൾ ചേരുന്നോ അതിനെല്ലാം ഫലങ്ങളെ കൊടുക്കുന്ന ഒരു സബ്ജക്ട്. ഇപ്പൊ റുപ്പിക്കകത്ത് 2 E കിടപ്പുണ്ട്. When 2 E becomes together in anybody's name, they will become rich എന്നാണ് പറയുന്നത്. ഓ ശരി, വണ്ടർഫുൾ. അപ്പോൾ ധൈര്യമായിട്ട് റുപ്പയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ അതേപോലെ ഈ അന്നത്തെ ഏഷ്യാനെറ്റിലെ ഇന്റർവ്യൂ, അന്നത്തെ എന്റെ ഇന്റർവ്യൂ ഭയങ്കര വൈറലായി. അതെ അതെ അതെ. കാരണം ഇൻ ഡൈ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ നമുക്ക് അറിയത്തില്ല ഈ സബ്ജക്ട് ഇനിയിപ്പോ ഈ പേര് ഭാരതം അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകൾ ഐ തിങ്ക് അവര് ഭാരതം അക്സെപ്റ്റ് ചെയ്യുന്നു. മാറുമല്ലോ. ഇപ്പൊ തന്നെ ഭാരതീയ ന്യായ സംവിധാനം ഭാരത് പോസിറ്റീവ് ആണല്ലേ ഇവിടെ? അതിനകത്തൊരു എയർ കിടപ്പില്ലേ? എയറുണ്ട്. അതെ അതെ അതെ. ഇപ്പൊ ദിലീപ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം പേര് മാറ്റി AR റഹ്മാൻ, എയർ മാനും പേര് കയറി കഴിഞ്ഞപ്പോൾ എവിടോട്ട് എത്തിയെന്ന് നോക്കിയാൽ ഓസ്കാറിൽ ചെന്ന് അവിടെ ഇടിച്ചത്. അതെ 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 തീർച്ചയായും. അപ്പം ശബ്ദം റിസൾട്ടിനെ കൊടുക്കും. അത് ഈ സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകതയാണ്. തന്നെ ഞാൻ നേരത്തെ ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്തത് 32 സിനിമയ്ക്ക് ഞാൻ പേരിട്ടിട്ടുണ്ട്. ആ സിനിമയില് അങ്ങനെ ഇട്ട സിനിമയിൽ ഒരു സിനിമ ഫെയിലിയർ ആയതാണ് ഞാൻ ഈ സബ്ജക്ട് പഠിക്കാൻ കാരണം. ഇല്ല ഞാൻ ഇന്ന് ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യുന്നത്. ആ ന്യൂമറോളജി പ്രോണോളജി തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. O എന്ന് പറയുന്ന ആൽഫബറ്റിന്റെ വാല്യൂ 7 ആണ്. N എന്ന് പറയുന്ന ആൽഫബറ്റിന്റെ വാല്യൂ 5 ആണ്. ഓൺ എന്ന് നമ്മൾ എഴുതി 7 വെച്ച് 12 ആയി. എന്നുവെച്ചാൽ 2 1 3 ആയി. നോ എന്ന് പറഞ്ഞാലോ? പക്ഷെ അർത്ഥവ്യത്യാസം പോകുന്നുണ്ടോ? ഓൺ എന്ന് പറയുന്നത് നോ എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം, ന്യൂമറോളജിയും പ്രൊണോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്രൊണൗൺസിയേഷനിൽ തന്നെയാണ്. ന്യൂമറോളജിക്കൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് പ്രൊണോളജി ആണെന്ന് പറയാം. ഓക്കെ ഓക്കെ. താങ്കൾ മുമ്പേ ചോദിച്ചതുപോലെ ഇൽ, നമുക്ക് ഇല്ലിലേക്ക് വരാം. ഇന്ന് വിശ്വത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനാണ് ബിൽ ഗേറ്റ്സ് അല്ലേ? ഈ നമ്മള് ബിൽ ഗേറ്റ്സ് എന്ന് നമ്മൾ ഭാരതീയർ മാത്രമാണ് വിളിക്കുന്നത്. ആക്ച്വലി അയാളുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് വില്യം ഹെൻറി ബിൽ ഗേറ്റ്സ് III എന്നാണ്. വിൽ എയിം എന്നാണ് അയാളുടെ പേര് തന്നെ. ഇംഗ്ലീഷുകാരുടെ നിങ്ങൾ ഏത് പേരോ എന്തോ എടുക്കുന്നു, വില്യം എല്ലാവരുടെ പേരിലും വരുന്നു. വിൽ എയിം എന്നാണ് അതിന്റെ ഫോണറ്റിക്സ്. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര് മൈക്രോസോഫ്റ്റ് എന്നാണ്. ആ മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ദാറ്റ് ഇസ് വിൻഡോസ്. വിൻഡു എന്ന് പുള്ളി പേരിട്ട് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ വിൻഡോസ് എന്ന് പറയുന്നത് അതിനകത്ത് ജനാലയുടെ പടമൊക്കെ കാണുന്നു. ശരിക്കും നമ്മൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വെൽ കാൽക്കുലേറ്റഡ് ആണ്. തീർച്ചയായിട്ടും ഇത്തരം ശാസ്ത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്. അതെ അതെ. നമ്മൾ ഇതിനെക്കുറിച്ച് വായിക്കുമ്പോഴേ ഇപ്പോൾ ഡാൻ ബ്രൗണിൻ്റെ ഒരു നോവൽ വായിക്കുമ്പോഴത്തേക്ക് ലോസ്റ്റ് സിമ്പിൾ വായിക്കുമ്പോൾ ശരിക്കും അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ ഒരു ക്യാപിറ്റൽ തന്നെ, ക്യാപിറ്റോൾ, അതിനെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഡിവൈൻ ആയിട്ടുള്ള സിമ്പിൾസ് വെച്ചിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ബെൻസ് എടുക്കുമ്പോൾ ബെൻസിൻ്റെ ഒരു സിമ്പിൾ നമ്മൾ ഈ കൂപ്പ് കൈ ശരിക്കും ഇങ്ങനെ വരുന്നൊരു സാധനമാണ്. അപ്പോൾ അത് ഈ 90 ഡിഗ്രിയുടെ ഒരു 3 സംഗതികൾ വരുന്ന പോലെ 120 ഡിഗ്രിയുടെ 3 വരുന്ന 360 ആവുന്നൊരു സംഗതിയാണ്. അപ്പോൾ അവർ ഇതിനെ ഈ പറയുന്നത് എനിക്കൊന്ന് ഫ്രീമേസൺ സിമ്പിൾസ്. അതെ അതെ. അതിനകത്ത് പലതും ഈ ഡോളറിലുണ്ട്. ഉണ്ട്. മറ്റേ ഐയും മറ്റേ ആ ഒരു പിരമിഡിന്റെ ഷേപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സിമ്പിൾസ് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഇടയ്ക്ക് പറഞ്ഞു വെച്ച ഒരു അതെ അതെ എന്ത് വെൽ സ്റ്റഡീഡ് ആയിട്ട് അവരത് ചെയ്തേക്കുന്നത്. തീർച്ചയായും. പിരമിഡിന്റെ പ്രത്യേകത ബേസ് ഈസ് വെരി സ്ട്രോങ്. യെസ്. And when it comes up, the light is there, the top of that. അതെ. ഒരു കർമ്മനെ പ്രതിഷ്ഠിച്ചിരുന്നു. തീർച്ചയായും. അപ്പൊ അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്. ഈ പിരമിഡൊക്കെ നമ്മുടെ നിന്ന് പോയതാണ് സാർ. കാരണം നമ്മുടെ ഇവിടെ ഉള്ള സന്യാസിമാരെ അനുഗ്രഹിക്കുന്ന ഈ ആംഗിളിലായിരുന്നു. അവിടെ വരുന്ന ആംഗിൾ ശരിക്കും പിരമോഡിയൽ ഷേപ്പാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കൂര സങ്കല്പം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങളാണ്. ഈ ഐ സ്റ്റാൻഡ്സ് ഫോർ ദ തേർഡ് ഐ, അത് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നമുക്കതൊക്കെ ഓർത്ത് നടുവേർപ്പെടാൻ മാത്രമേ ഉള്ളൂ. ഈ നമ്മൾ സോ കോൾഡ് മോഡേൺ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ വിദ്യകളെല്ലാം നമ്മളിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വരുന്ന തലമുറ. നമ്മുടെ പൈതൃകത്തിനെ കുറിച്ച് നമ്മൾ അവെയർ അല്ല. അതെ. പക്ഷെ അവൻ കൊണ്ടുവരുന്ന ഓരോ സാധനവും നമ്മൾ എടുക്കുന്നു. അതെ അതെ.
വിദേശികൾ കൊണ്ടുവരുന്ന എല്ലാം നമ്മൾ സ്വീകരിക്കും. എടുക്കും. ഈ അടുത്ത കാലത്ത് ഒരു തമാശ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരസ്യം ഒരു പേസ്റ്റിന്റെ പരസ്യമാണ്. അപ്പോൾ അവർ ആദ്യമൊക്കെ പറഞ്ഞത് നമ്മൾ ഈ ഉമുക്കരി ഇങ്ങനെയുള്ളത് ഉപയോഗിക്കാൻ പാടില്ല അതാണ്. ഇപ്പൊ ചാർക്കോള് 400 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട്, ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. ചാർക്കോൾ എന്നത് നമ്മുടെ ഉമുക്കരിയാണ്. അതുപോലെ ഇപ്പോൾ പറയുന്ന വേദശക്തി എന്ന് പറഞ്ഞിട്ട് ഒരു പേസ്റ്റിന് പേരിട്ടേക്കുക. 5000 വർഷം എന്നുള്ള ഒരു നമ്പർ കൊണ്ടുവച്ചിട്ട്, 5000 ഒന്നും അല്ല ആക്ച്വലി, അതിൻ്റെയൊക്കെ അപ്പുറം പോകും. പക്ഷേ 5000 എന്നൊരു മാന്ത്രിക സംഖ്യ കൊണ്ട് വെച്ചിട്ട് അവർ പറഞ്ഞ 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള വേദശക്തി ഉപയോഗിച്ചുള്ള പേസ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കുക. അപ്പോൾ എത്ര രീതിയിലാണ് അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഈ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒറിജിൻ ഏത് കൺട്രിയിലായിരുന്നു സാർ ഈ പ്രോണോളജിയുടെ? ഇത് വെസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് തന്നെ വന്നതാണ്. അവർ കണ്ടെത്തിയതാണ് ഈ സാധനം. തന്നെ എനിക്കിതിനൊരു മാസ്റ്റർ ഉണ്ട്, അദ്ദേഹം പോളണ്ടിൽ നിന്നുള്ളതാണ്. ഓഹോ, ശരി ശരി. അല്ല, ശരിക്കും നമ്മുടെ ഈ മന്ത്രത്തിന്റെ മറ്റൊരു രൂപം തന്നെയല്ലേ ഇത്? അതെ അതെ അതെ. അപ്പം ഞാൻ സാറിനോടും ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഭാരതീയ പൈതൃകത്തിൽ നമ്മൾ ഈ ഈശ്വര നാമജപം പലപ്പോഴും നല്ലതാണ്. ഇപ്പോൾ രാമശബ്ദം, ഈ മരാമര പറഞ്ഞമാണ് രാമയായി മാറിയത്, വാൽമീകിക്ക് അദ്ദേഹത്തിന് മോക്ഷം കിട്ടി എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ശബ്ദങ്ങളുടെയും ഇത് പ്രോണോളജി സാർ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈശ്വര ശബ്ദങ്ങൾ തന്നെ റാം, RA, that is ray, that means light. Light, oh great. aim. ആ പ്രകാശത്തിലേക്കുള്ള ആ ഉന്നത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആ പ്രകാശത്തിലേക്കുള്ള എയിമാണ്. ആ പേര് ഈ നമ്മളുടെ പഴയ ആൾക്കാരുടെ ഇപ്പൊ തന്നെ ഞാൻ അത് ഒരു ഉദാഹരണം പറഞ്ഞ താങ്കളുടെ പേരിനകത്തില്ല പത്മനാഭൻ. ഞാൻ ചോദിക്കാൻ കൗതുകത്തില്ല. അത് എന്തൊരു ഫോണറ്റിക്സ് ആണെന്നെങ്കിൽ PA. ഇപ്പൊ മുമ്പേ താങ്കൾ പറഞ്ഞില്ലേ പാരകൻ, അതിനകത്തിലെ ഫോണറ്റിക്സ് ഒന്ന് എടുത്ത് നോക്കി. PA നമ്മൾ എങ്ങനെ പറയും? ആയല്ല ഞാൻ പറഞ്ഞത് ഏന്ന. അതാണ് ഫോണറ്റിക്സ്. ഓ ശരി ശരി. അപ്പൊ PA, pay, that is cash. AR, air, the name will become popular. AR റഹ്മാൻ എന്ന് നോക്കിയാൽ. RA, ray, that is light. AG, age, that means experience. GO, go, that means start. The name ends with on. Fine, great. അപ്പോൾ അതേപോലെയാണ് പത്മനാഭൻ. PA, that is pay. AD, add. DM ഫോണറ്റിക്സ് ഇല്ല. MA ഫോണറ്റിക്സ് ഇല്ല. AN, the phonetics ends with AN. AN phonetics comes on. അത് ഓണാണ്. നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും പത്ര ഇതിൽ ഏറ്റവും കൂടുതൽ മനോരമയാന്ന് തോന്നുന്നു. ദി നെയിം സ്റ്റാർട്ട്സ് വിത്ത് മാൻ. അല്ലേ? പിന്നെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിനപത്രങ്ങളുടെ എല്ലാ പേര് സ്ത്രീകളുടെ പേരായിട്ടായിരുന്നു. മനോരമ, മംഗളം, കൗമുദി, ചന്ദ്രിക എല്ലാം സ്ത്രീകളുടെ പേരിലേക്ക്. അതെ 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 ശരിക്കും. പിന്നെ മാതൃഭൂമിയും സ്ത്രീ ആണല്ലോ. ഒരു ഭൂമിയെ നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്ത്രീ ആയിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ ഇതിനുള്ള ചില കാര്യങ്ങൾ പലപ്പോഴും പലരും സംശയം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു HAN, ഹാൻ എന്ന് നമ്മൾ പറയും, ഇംഗ്ലീഷുകാരൻ അങ്ങനെ പറയും ഹാൻ, ദാറ്റ് ഈസ് ക്യാൻ. മോഹൻലാൽ, HAN, the name ends with AL. Can all. അതെ അതെ അതെ. അപ്പോൾ എൻ്റെ പേരും HAN ആണോ സാധിക്കുന്നത്? അതെ അതെ, പത്മനാഭൻ, BHAN. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആക്ച്വലി എൻ്റെ പേര് ബിജു എന്നുള്ളതിൻ്റെ ബിജു പത്മനാഭൻ. അപ്പോൾ ഞാനിപ്പോൾ ബിജു S പത്മനാഭനാണ്. ഞാൻ ശാരദ കൂടിയത് ശാരദയാണ്, അതിങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ശാരദ എങ്ങനെയാണ് സാർ അതിൻ്റെ? നല്ല ഫോണ്ടീസ് അല്ലേ? that is വാക്കാണ്. അതെ 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 അതെ. AR again. പിന്നെ again ശാരദ, RA, that is ray. AD again add. പക്ഷേ he is proving like that. DA, that is light. അതെ അതെ. അപ്പോൾ ഈ അമ്മയുടെ പേര് എക്സാക്റ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വിയോഗത്തിന് ശേഷം അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പല വീഡിയോകളിലും പറയുന്നുണ്ട്, അത് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട ഒരു വലിയ സബ്ജക്റ്റാണ്. ഇപ്പോൾ അമ്മയുടെ ഫോട്ടോയുടെ മുകളിൽ ഒരു തവള സ്ഥാനം പിടിച്ചിട്ടുണ്ട്. തവള അവിടെ സ്ഥിരം വന്നിരിക്കുന്നത് വലിയൊരു അത്ഭുതമാണ്. പലർക്കും കണ്ടിട്ട് അത് എന്താണെന്ന് അവർക്ക് വല്ലാത്തൊരു കൗതുകം ആയിട്ട് പറയുകയാണ്. അപ്പോൾ ഞാനത് തപ്പി അതിൻ്റെ ഒരു വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്രകാരത്തിലാണ് അത് വന്നിരിക്കുന്നത്, എന്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഞാനതിൻ്റെ മുമ്പ് പോയിട്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ ഫോട്ടോയുടെ താഴെ ഓം മാത്രമേ നമാന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ഇരിക്കുമ്പോഴാണ് ഇതിങ്ങനെ ഇരുന്ന് അതിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കണ്ണു വെച്ച് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ. അതുപോലെ വീട്ടിലൊരു കിളിക്കൂട് പോലൊരു സാധനം തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറേ വർഷമുണ്ട് ഈ കിളിക്കൂടിനകത്ത് തവള ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ രാത്രികളിൽ നമുക്ക് ഈ കുറച്ച് പാരാനോർമൽ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ചില റിസർച്ചൊക്കെ ഉണ്ട്.
അപ്പോൾ ചില ദിവസങ്ങളിലേക്ക് ഇരിക്കുമ്പോൾ അർദ്ധരാത്രി കഴിയുമ്പോൾ ഇത് അവിടെ നിന്ന് ഇറങ്ങി താഴെ ഒരു ചെറിയ മുളകളുണ്ട്. അപ്പോൾ ഈ മുളയുടെ ഇടത്ത് ഇവിടെ പോയിട്ട് ഒരു കൃത്രിമ കുളമുണ്ട്, അവിടെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് കാണാം. അപ്പോൾ അവിടെ വീട്ടിൽ വരുന്ന പല ആൾക്കാരും പറയുന്നത് ഞാൻ വെച്ചിരിക്കുന്ന CCTV ആണെന്നാണ്. എന്ന് വെച്ചാൽ ഒറിജിനൽ CCTV അല്ല, സം സോർട്ട് ഓഫ് എന്താ പറയുക, ഒരു പാരാനോർമൽ CCTV ആണെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഇപ്പോഴും ഒരാൾ ഇരിപ്പുണ്ട്. അത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ഫോട്ടോയുടെ മുകളിൽ സ്ഥാനം പിടിച്ചത്. അത് പകലൊക്കെ അത് അകത്തിരിക്കും, രാത്രി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ പുറത്ത് കയറി ഇങ്ങനെ ഒരുക്കുന്നത്. കാരണം അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആക്ച്വലി സമ്മൺ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അസ് എന്നുള്ളൊരു വല്ലാത്തൊരു ഇതിലേക്ക് പോവുകയാണ്. അതെ. പിന്നെ ഈ ഒരു ഇരട്ടവാലൻ പക്ഷി സ്ഥിരം വീട്ടിൽ ഉണ്ടായിരുന്നു. ഈ നമ്മൾ ഈ എന്താ പറയുക, കാക്കത്തമ്പുരാട്ടി എന്ന് പറയുന്ന ഒരു സംഭവം, അത് സ്ഥിരം ഇരിക്കും. ഇപ്പോൾ അമ്മ പോയതിന് ശേഷം അവിടെ സ്ഥിരമായിട്ട് 2 പക്ഷികൾ വരുന്നുണ്ട്. ഒരു ദിവസം രാത്രി 9:30 എൻ്റെ ജനലിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പ്രത്യേകമായ രീതിയിൽ ശൂളം പിടിച്ചിട്ട് പോയത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര കൗതുകമാണ്. കാരണം ഞാൻ ഇത്രയും വർഷം നോക്കിയിട്ടും അവർ അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ മഴ പെയ്താലും അവർ എഴുന്നേറ്റ് പോകില്ല, അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ മഴ നനയുകയുള്ളൂ. പക്ഷേ അവരെന്തിനാണെന്ന് അറിയില്ല, 9:30 ആകുമ്പോഴും വന്നിങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വല്ലാത്തൊരു ലോകത്താണ്. ഇപ്പോൾ ഞാൻ അറിയാം, എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഞാൻ അബ്സല്യൂട്ട്ലി അലോണാണ് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ചിഹ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സാറ് പറഞ്ഞ ഈ ശാരദ എന്നുള്ള പേര് യഥാർത്ഥത്തിൽ ദാറ്റ് ഈസ് ഗിവിംഗ് ലൈറ്റ്, മുൻവിധിയോടുകൂടി അല്ല ഒരു പേര് നമുക്ക് വരുന്നത്. അതെ. പണ്ട് കാലത്ത് പേര് ചെവിയിൽ ഓതുന്നത് അന്നേരം ഏതാണോ വരുന്നത് അതാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ക്രോണോളജിയെ പ്രാക്ടീസ് ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, നമുക്കിനിയും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഈ ക്രോണോളജി അനുസരിച്ചുള്ള പേരുകൾ ഇട്ടുകൊടുത്താൽ ഒരു പരിധി വരെ അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു യോഗമായിരിക്കും. തീർച്ചയായും. സാർ അങ്ങനെ പേരിടുന്നുണ്ടല്ലോ ഇവിടെ? ഓക്കെ, ഗ്രേറ്റ്. സിനിമയ്ക്ക് പേരിടുന്നുണ്ട്, കമ്പനികൾക്ക് പേരിടുന്നുണ്ട്, പ്രോഡക്റ്റുകൾക്ക് പേരിടുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നുണ്ട്. ഇപ്പൊ എന്റെ ചാനലിന്റെ പേരോട് ചോദിക്കാം സാർ, ESP പാരാനോർമൽ അതീന്ദ്രിയം എന്നാണ് ചാനലിന്റെ പേര്. അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? പാരാനോർമൽ ESP PA ഞാൻ പറഞ്ഞല്ലോ, AR RA അതെല്ലാം ഇത് കിടക്കല്ലേ ഉണ്ടല്ലേ? ഓക്കെ. അത് ഒരു നോ മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. നോർമൽ, പാരാനോർമൽ എന്നുള്ള അതിനകത്ത് ഒരു നോ. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ചെയ്യാൻ പറ്റില്ല. ചില പലരും ഈ പേരുകള് AS ചിലൊക്കെ പേര് വരുന്ന പേരുകൾ, അപ്പൊ അവര് ഇതിൽ ആൽഫബറ്റ് മാറ്റിയാൽ ശരിയാവുന്നില്ല. അതെങ്ങനെ ആൽഫബറ്റ് മാറ്റിയാൽ ശരിയാവാൻ പറ്റും? കാരണം ആഷ് എന്ന് പറയുന്നതിനകത്ത് ഒരു ആൽഫബറ്റ് മാറ്റാനും ഇല്ല, അതിന്റെ കൂടെ എന്ത് ചേർത്താലും ആഷ് തന്നെ. പാരാനോർമൽ മാറ്റിയിട്ട് മറ്റെന്തെങ്കിലും ഒരു വേർഡ് അങ്ങനെയാണെങ്കിൽ അത് നോക്കണം അല്ലേ? അങ്ങനെ ESP. ഓക്കെ. അപ്പോൾ ഇത് ബ്രിട്ടീഷുകാരുടെ, ഞാനത് ചോദിക്കാൻ വന്നത്, ഇപ്പോൾ അവരുടെ പലപ്പോഴും ഈ എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഈ ആക്സസ് ബാർസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ സ്വിച്ച് വേർഡ് എന്നൊരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇതുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ സാർ? ഇല്ല. അപ്പോൾ അതിങ്ങനെ ഒരു സാഹചര്യത്തിന് മാറ്റാനായിട്ട് ടപ്പന ഒരു വാക്ക് പറയുന്നു, അത് മാറുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു. ഒത്തിരി ടെക്നിക്സ് അവർ ഡെവലപ്പ് ചെയ്ത് ടെക്നിക്സ്. ഞാൻ ഇപ്പൊ ഈ പേരുകൾ നോക്കി ഇടുന്നു, അല്ലെങ്കിൽ ഇതേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാൽ ഈ ഇങ്ങനെ അങ്ങോട്ട് ഇടുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും, കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ജനിച്ച സമയത്ത് ഒരു ഗ്രഹസ്ഥിതി ഉണ്ട്, പിന്നെ നമ്മളുടെ ഈ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയേക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, പിന്നെ ഒരു നല്ല പേര്. ഇതെല്ലാം കൂടെ ഒക്കെ ആകുമ്പോഴാണ് അതിന്റെ ഒരു പൂർണ്ണത വരുന്നത്. അല്ലാതെ മറ്റ് അവകാശവാദങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല. നമുക്ക് അങ്ങനെ അവകാശവാദം പറയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും അല്ലല്ലോ. പിന്നെ ചെയ്യുന്നത് നന്നായിരിക്കും, ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നത് നന്നായിരിക്കും. അതെ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് സാർ പറയുന്ന പോലെ ഭാരതത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഇത് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ വളരെ എന്തായാലും ഞാൻ സാറിനൊരു വലിയ കൂപ്പുകയും റിയലി ഹാറ്റ്സ് ഓഫ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നത് ഒരു ജോലി കിട്ടുക, കല്യാണം കഴിക്കുക, നമ്മളിങ്ങനെ ഒരു സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ളൊരു രീതിയിലാണ് പോകുന്നത്. ഞാൻ പറയുന്ന ഒരു പ്രത്യേകമായ വഴിയിലൂടെയാണ് ആളുകൾ സഞ്ചരിക്കുന്നത്. ഞാനെപ്പോഴും മോട്ടിവേഷൻ ക്ലാസ്സിന് പോകുമ്പോൾ പറയാറുണ്ട്, വഴിവിട്ട ചിന്തകൾ നിങ്ങൾക്ക് വേണമെന്നാണ്. കാരണം നമ്മളിപ്പം ഒരു ജോലി കിട്ടുന്നു, കല്യാണം കഴിക്കുന്നു, കുഞ്ഞുങ്ങളാകുന്നു, കുറച്ച് നാൾ ജീവിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നു. എന്നിട്ട് നമ്മുടെ ലാസ്റ്റിൽ പല ആളുകളും സിമെട്രി നല്ല ഒരെണ്ണം ഒക്കെ ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയുള്ള പ്ലാനുകൾ, ഇതെല്ലാം ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തോട്ട് മാറി ഒന്ന് ചിന്തിക്കാനും അതിലേക്ക് പോകാനും, ഇത്രയും മികച്ചൊരു ജോബിൽ നിന്നുകൊണ്ട്, അതിൻ്റെ ഒരു പ്രോസ്പെറിറ്റിയിൽ നിന്നുകൊണ്ട്, അതിൻ്റെ ഒരു കരിസ്മയിൽ നിന്നുകൊണ്ട്, അതിൻ്റെ ഒരു ലൈം ലൈറ്റിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് മാറി ഇറങ്ങി
ജ്ഞാനത്തിൻ്റെ പിറകെ സഞ്ചരിക്കാനുള്ള ഒരു മാർഗം, അതും അതിനുള്ള യാതൊരു തരത്തിലുള്ള പാരമ്പര്യമായിട്ടുള്ള ഒരു ഇതും സാറിന് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സാറിൻ്റെ അച്ഛൻ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു ഗായകനായിരുന്നു. ഫാദർ വണ്ടേയുടെ മ്യൂസിക് കമ്പോസറായിരുന്നു. ബേസിക്കലി ഐ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ആൻ അരിസ്റ്റോക്രാറ്റിക് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലി. അതെ, ഫാദറിൻ്റെ പേരെന്തായിരുന്നു സാർ? ചെങ്ങന്നൂർ തങ്കച്ചൻ. ചെങ്ങന്നൂർ. ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. പിന്നെ അപ്പം ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഇത്രയധികം ഹൈന്ദവ ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കുറവായിരുന്നു. അതെ 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 അതെ. എൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ എന്തോ വൈവിധ്യങ്ങളുടെ ഒരു ചേരുവയാണ്. അപ്പം ഒരു ക്രിസ്ത്യനായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഈ ഹിന്ദു മിത്തോളജിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. തീർച്ചയായും തീർച്ചയായും അത് അറിയാനുള്ള ത്വരയും വ്യഗ്രതയും. അതെ അതെ. ഇപ്പം നമ്മൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പലയിടത്തും അലക്സാണ്ടർ ജേക്കബ് സാറിനെ വിളിച്ചുകൊണ്ട് പോകുന്നത് കാരണം ഹിന്ദുക്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ സാറിന് അറിയാമെന്നുള്ളതുകൊണ്ട്. അതെ അതെ. പിന്നെ അതേപോലെ being a scientist from ISR or something related with astronomy and dealing shastras like astrology. ഇതൊന്നും പോരാതാണ് ഇപ്പം ലോ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒന്നും തമ്മിൽ ബന്ധമില്ല. അതെ അതെ അതെ. പിന്നെ ഇതിനിടയ്ക്കൂടെയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാമിസ്ട്രി, മെഡിക്കൽ പാമിസ്ട്രി, ന്യൂമറോളജി, പിന്നെ വാസ്തു. അതെ അതെ, വാസ്തു നമുക്ക് മറ്റൊരു ദിവസം നമുക്കൊന്ന് ചെയ്യണം സാർ. വാസ്തു വളരെ ഡീറ്റെയിൽ ആയിട്ട് അസ്ട്രോളജി. പിന്നെ ഇപ്പൊ തന്നെ വാസ്തു അനുസരിച്ചുള്ള പ്ലാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എൻ്റെ വീടുകളുണ്ട്. ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സർവകലാശാലയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയതുപോലെ. അപ്പോൾ അത്രയും വൈവിധ്യമായ സബ്ജക്റ്റിൻ്റെ പിറകെ പോകാനുള്ളൊരു മനസ്സ്, അതാണ് ഏറ്റവും പ്രധാനം. നമുക്കിന്നില്ലാതെ പോകുന്നതാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ മാത്യു ആർണോൾഡ് അതിൻ്റെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഡിവൈഡഡ് ടൈംസ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം, സിക്ക് ഹറി ആൻഡ് ഡിവൈഡഡ് ടൈംസ്. അപ്പോൾ നമുക്ക് രോഗഗ്രസ്തമായൊരു വേഗതയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വയ്ക്കുക. അതുപോലെ തന്നെ എയിംസ് ഓരോ നിമിഷവും ഡിവൈഡഡ് ആയിട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിഭാധന്മാരായ മഹാരഥന്മാർ നമുക്കൊരു വഴികാട്ടിയാണ്. കാരണം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റു വഴിയിലേക്ക് നമ്മൾ പോകണം, പോയി ഇത് കണ്ടെത്തണം. കാരണം ഇത് എന്തിനു വേണ്ടിയാണ്? അടുത്ത തലമുറയിലേക്കുള്ള ഒരു വലിയ വെളിച്ചമാണ്. അപ്പോൾ ആ ഒരു വെളിച്ചം അങ്ങ് പകർന്നുകൊണ്ട് യു ഷുഡ് ബി ദെയർ ആസ് എ ഗ്രേറ്റ് ടവർ ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഹൗസ് ആയിട്ട് അങ്ങ് ഉണ്ടാവണം. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഞാനിപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളും സർവീസ് ചെയ്യുന്ന സമയത്താണ് പഠിച്ചതും. അതെ അതെ. പിന്നെ പലരും ചോദിക്കാറുണ്ട് എപ്പോഴാണ് സമയം കിട്ടുന്നത്. അതെ, എല്ലാവരും പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ് സമയമില്ല. സമയമില്ല. ഞാൻ അവരോട് പറയുന്ന ഉത്തരം എനിക്ക് 24 മണിക്കൂറുണ്ട്. അതെ അതെ, ഗ്രേറ്റ്. 24 മണിക്കൂർ നമ്മുടെ പേഴ്സണൽ സുഖങ്ങൾ മാറ്റി വെച്ചാൽ നമുക്ക് ഇതിലൊക്കെ ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. നമുക്ക് ഏറ്റവും അധികം മാറ്റി വെക്കാൻ പറ്റാത്ത ഒന്നാണ് എല്ലാവരും പറയുന്ന ഉറക്കം. ഞാനൊരു 3 മണിക്കൂർ ഉറങ്ങാറില്ല. അതെ അതെ അതെ. അബ്ദുൽ കലാം അദ്ദേഹം വളരെ കുറച്ച് സമയം ഉറങ്ങാറുണ്ടായിരുന്നു. 3 മണിക്കൂർ സാർ അല്ല അല്ല ഞാൻ പറഞ്ഞത്. അതെ സാർ 3 മണിക്കൂർ ഉറങ്ങാറുള്ളൂ. 3 മണിക്കൂർ അല്ല, ഏറ്റവും നന്നായിട്ട് ഉറങ്ങി കഴിഞ്ഞാൽ 3 മണിക്കൂർ മതി എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ പല ആൾക്കാരും അല്ല സാർ, മിക്കവാറും ആൾക്കാർ ബോധം കെടുകയാണ് ചെയ്യുന്നത്. ഈ ഉറങ്ങുന്നവർ കുറവാണ്. കാരണം രാത്രി 10 മണിയാകുമ്പോൾ ഫുള്ള് വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് ബോധം കെടുകയാണ് ചെയ്യുന്നത്. തലയിലോട്ട് ഫ്യൂസ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉറക്കം അറിയുന്നില്ല. ഇപ്പോൾ 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതെ വളരെ ലൈറ്റായിട്ട് ഇത് ഉറങ്ങാൻ പോകുന്നത് മനസ്സിനൊരു ധാരണ കൊടുത്ത് ലൈറ്റ് മ്യൂസിക് ഒക്കെ കേട്ട് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഐ തിങ്ക് 3-4 മണിക്കൂർ എന്ന് വെച്ചാൽ ദാറ്റ്സ് ഇനഫ് ആൻഡ് മോർ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ മോശമായൊരു ദിവസത്തിന് ശുഭകരമായൊരു എൻഡിങ് എന്ന് പറയുന്നത് സാറിനെ കണ്ടതാണ്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു നോളജ് നമുക്ക് ESP പാരാനോർമലിന് വേണ്ടി അനുവദിച്ചു. അദ്ദേഹത്തിൻ്റെ മഹത്വമാർന്ന മനസ്സ് എന്ന് വേണം പറയാൻ. ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു അവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സാറിൻ്റെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അനുവദിച്ചതിന് ഹൃദയത്തിൽ നിന്ന് ഏറ്റവും വലിയ നന്ദി പറയുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.